ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇഡിയുടെ ചോദ്യമുനയിലേക്ക്. ജാമ്യം ലഭിച്ച് ജയിൽ മോചിതനായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇന്ന് നേരിട്ട് സമൻസ് നൽകിയേക്കും. കവർച്ചയിലെ മറ്റു പ്രതികളുടെ കൂടുതൽ പങ്കാളിത്തം സംബന്ധിച്ച വിവരങ്ങളടക്കം ചോദ്യം ചെയ്യലിലൂടെ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷ. ശബരിമല ശ്രീകോവിലിലെ കട്ടിളപ്പാളിയുടെയും ദ്വാരപാലക ശില്പങ്ങളിലെയും സ്വർണ്ണക്കവർച്ചകളിൽ പ്രത്യേകമായി എടുത്ത 2 കേസുകളിലും പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. SIT അന്വേഷണം ആരംഭിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായിരുന്നു. പാളികളിലെ സ്വർണം രാസപ്രക്രിയയിലൂടെ വേർതിരിച്ചെടുത്ത് വിൽപ്പന നടത്തിയെന്നാണ് SIT കണ്ടെത്തിയത്. കവർച്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ചവരുടെ കൂടുതൽ പങ്കാളിത്തം, കവർച്ച പണം വിനിയോഗിച്ച വിധം, വിദേശ പണമിടപാടുകൾ എന്നിവയിലാണ് ED വിശദമായി ചോദ്യം ചെയ്യുക. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധങ്ങളും കണ്ടെത്തേണ്ടതുണ്ട്. ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ചോദ്യം ചെയ്യലിന് പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാൻ തയ്യാറെടുത്ത ED ജാമ്യത്തിൽ ഇറങ്ങിയാൽ ഉടൻ നൽകാൻ സമൻസും തയ്യാറാക്കിയിരുന്നു. ബംഗളൂരു കേന്ദ്രീകരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ കോടികളുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിലും ED അന്വേഷണമുണ്ട്. നിരവധി രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ശബരിമലയിലെത്തി തന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും അടക്കമുള്ളവരുമായി സൗഹൃദമുണ്ടാക്കിയിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവരിൽ പലരെയും നേരിട്ടും അല്ലാതെയും കവർച്ചയുടെ ഭാഗമാക്കുകയായിരുന്നു. ജനം, കൊച്ചി.